ബുംറ എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു കുറച്ച് ഞാൻ പറഞ്ഞു നമ്മളൊരു നോർമൽ കാണുന്ന ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഒരു ആക്ഷൻ അല്ല, ഡിഫറെൻ്റ് ആക്ഷനാണ്, കുറച്ച് ഓക്കേർഡ് ആക്ഷനാണ്. അതിൽ വന്നിട്ട് തന്നെ അതിൽ നിന്നുള്ള വേരിയേഷൻസ് പിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അവിടെ നിന്ന് തന്നെ ഒരു കുറച്ച് എവേന്ന് തന്നെ ഒരു യോർക്കറും റൈറ്റ് ഹാൻഡൊക്കെ എവേന്ന് തന്നെ ഒരു യോർക്കറും അതുപോലെ തന്നെ അവിടെ നിന്ന് സ്ലോവർ മറ്റേ കട്ടർ സാധനങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിക്ക് ചെയ്യാനായിട്ടൊക്കെ. ഷെമിയുടെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നോക്കേണ്ട സീം പൊസിഷനാണ്. നമുക്ക് റെഡ് ബോൾ വരുമ്പോഴത്തേക്കും വൈറ്റ് ബോൾ ആണെങ്കിൽ ആ ഒരു സീം പൊസിഷൻ ആളുടെ ഒരു സീമിൻ്റെ ഷേപ്പും ആ സ്പീഡ് സാധനങ്ങൾ അടിക്കുന്ന ലെങ്ത്ത് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിറാജ് ഭായി അതുപോലെ തന്നെ നമുക്ക് മാച്ചസ് നോക്കി അറിയാം, ഒത്തിരി ക്രീസ് യൂസ് ചെയ്യണ്ടാവും. ഇപ്പോൾ റെഡ് ബോളിലെ ടെസ്റ്റ് ക്രിക്കറ്റ് ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് വേരിയേഷൻസ് പോലെ കുറച്ച് സ്റ്റമ്പിൻ്റെ ക്ലോസ് ആയിട്ട് എറിയുണ്ടാവും, അതുപോലെ കുറച്ച് ഹെവി ആയിട്ട് എറിയുന്ന ബോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആൾ പിച്ച് ചെയ്യുന്ന ലെങ്സ് ഹാർഡ് ലെങ്ത് ബോളറാണ്. അറിയാമല്ലോ സ്വിങ്കിങ് എന്നറിയപ്പെടുന്നത് ആളുടെ. ഇതുപോലെ തന്നെ സീം പൊസിഷനും നമ്മൾ ഒത്തിരി അഡ്മയർ ചെയ്യുന്നതാണ്. ആളുടെ ഒരു സീം പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി അഡ്മയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 2 വശത്തോട്ടുള്ള സ്വിങ് മറ്റേ വേരിയേഷൻസ് ഒക്കെ. യുസി ഭായ് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ബ്രെയിനാണ്. അതായത് ഭയങ്കര ക്രിക്കറ്റിംഗ് ബ്രെയിനാണ്. ഒരു ക്യാപ്റ്റൻസി ഉള്ളൊരു ബ്രെയിൻ ഉണ്ട് ആൾക്ക്. അറിയാം മറ്റേ പുള്ളി തമാശക്കൊക്കെ മറ്റേ വിശ്വനാഥനാനന്ദൻ്റെ കൂടെ ചെസ്സൊക്കെ കളിക്കുന്ന കളിയാണ്. പുള്ളി ഭയങ്കര ഒരു ചെസ്സിലൊരു ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ എന്താ പറയുക ആ ഒരു ബ്രെയിനില്ലേ, ആ ഒരു മൂവ്മെൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ബാറ്റ്സ്മാൻ്റെ മൂവ്മെൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്ന സാധനം പ്രഡിക്റ്റ് ചെയ്ത് അതനുസരിച്ച് ബോൾ ചെയ്യുന്ന ഒരു സ്പിൻ വിസാർഡ് എന്നാണ് പുള്ളിനെ വിളിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ. എല്ലാവരും സ്പിൻ വിസാർഡ് എന്നറിയപ്പെടുന്ന ആളാണ് യുസി ഭായ്. ആളുടെ ബ്രെയിന് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി, ആൾ അതനുസരിച്ചുള്ള ബോളിങ്. അപ്പോൾ നമ്മളിപ്പോൾ അഡ്ജസ്റ്റൻ നെറ്റ്സിലായിരിക്കും, ചിലപ്പോൾ ഒരു നെറ്റ്സിൽ സൈഡാകുമ്പോൾ ഇപ്പുറത്തെ സ്പിന്നായിരിക്കും. അപ്പോൾ ആൾ നമ്മൾ സെഷൻ എറിയുമ്പോൾ പറഞ്ഞിട്ട് വരാം ഞാൻ 4ാമത്തെ ബോളിൽ അവൻ ഔട്ടാക്കും, പിന്നെ ബാറ്റ്സ്മാനെ 4ാമത്തെ ബോൾ ഔട്ടാക്കും, 3 ബോൾ ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത്, 4ാമത്തെ ബോൾ അവൻ അടിച്ച് നോക്കി ഔട്ടാവും എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ട് പോയിട്ട് അത് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വിക്കറ്റൊക്കെ എടുത്ത സിറ്റുവേഷൻസ് ഉണ്ട്.